ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിജ്ഞാനത്തിലൂടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. മധ്യ ദക്ഷിണേഷ്യൻ മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ 1ാം സ്ഥാനത്ത്. ലബനനിൽ സംഘർഷം രൂക്ഷം. വെടിനിർത്തലിനുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആഹ്വാനം തള്ളി ഇസ്രായേൽ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ഇന്ന് കാൺപൂരിൽ തുടക്കം. വാർത്തകൾ വിശദമായി. വിജ്ഞാനത്തിലൂടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകളും കാലാവസ്ഥാ നിരീക്ഷണത്തിനായി സജ്ജമാക്കിയ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയും ഗവേഷണങ്ങളിലൂടെയും സ്വയം പര്യാപ്തരാകുക എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साइंस और टेक्नोलॉजी की दुनिया में भारत के लिए एक बहुत बड़ी उपलब्धि का दिन है. 21वीं सदी का भारत कैसे साइंस और टेक्नोलॉजी और रिसर्च को प्राथमिकता देते हुए आगे बढ़ रहा है. आज का भारत संभावनाओं के अनंत आकाश में नए अवसरों को तराश रहा है. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഏകദേശം 130 കോടി രൂപ വിലമതിക്കുന്ന 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ശാസ്ത്രീയ ഗവേഷണം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ട് പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഇവ വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് മിനിമം വേതന നിരക്കുകൾ തരംതിരിച്ചിരിക്കുന്നത്. അവിദഗ്ധ ജോലി ചെയ്യുന്നവർക്ക് ദിവസം 783 രൂപ ലഭിക്കും. അർദ്ധവൈദഗ്ധ്യമുള്ള തൊഴിലുകൾക്ക് പ്രതിദിനം 868 രൂപയും വിദഗ്ധ തൊഴിലാളിക്ക് 954 രൂപയും ലഭിക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുടെ വേതനം പ്രതിദിനം 1035 രൂപയുമാക്കി. ലോകാരോഗ്യ സംഘടന എംപോക്സിനെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തണം. യുഎഇയിൽ നിന്ന് വന്ന വ്യക്തിക്ക് കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര മേഖല വഹിക്കുന്ന പങ്ക് ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാരവും സമാധാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അന്തർദേശീയ ടൂറിസം മേഖലയിലെ ഗുണപരമായ മാറ്റങ്ങൾ കേരളം ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ കേരള ട്രാവൽ മാർട്ട് 12ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും വ്യവസായങ്ങളെയും നിക്ഷേപങ്ങളെയും സംയോജിപ്പിച്ചുള്ള പരിപാടികളാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിലെ 3ാമത്തെ എഥനോൾ നിർമ്മാതാക്കളും ഉപഭോക്താക്കളുമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ ഇന്ത്യ ഷുഗർ ആൻഡ് ബയോ എനർജി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര പഞ്ചസാര ഉൽപാദനത്തിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ നിർണായക ശക്തി കൂടിയാണ് ഈ മേഖല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024ൽ 39ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. 2015ൽ GII റാങ്കിങ്ങിൽ രാജ്യം 81ാം സ്ഥാനത്തായിരുന്നു. മധ്യ ദക്ഷിണേഷ്യൻ മേഖലയിലെ 10 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥകളിലും ഇന്ത്യ 1ാം സ്ഥാനത്താണെന്ന് അദ്ദേഹം അറിയിച്ചു.
133 ആഗോള സമ്പദ് വ്യവസ്ഥകളുടെ പ്രകടനമാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2024 വിലയിരുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആധാർ, പാൻ നമ്പരുകൾ ഉൾപ്പെടെ പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രദർശിപ്പിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു. 2016 ആധാർ നിയമം അനുസരിച്ചാണ് നടപടി. ഈ വെബ്സൈറ്റുകളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്വീകരിക്കേണ്ട നടപടികളെപ്പറ്റിയും വെബ്സൈറ്റ് ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. പോഷകാഹാരമെന്നാൽ വളർച്ചയ്ക്കാവശ്യമായ ജീവകങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവ ലഭ്യമാക്കുക എന്നതാണ്. പോഷകാഹാര മാസാചരണത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കുട്ടികളിലും കൌമാരക്കാരിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമുഖ ഡയറ്റീഷ്യൻ അനു മാത്യു ആകാശവാണി വാർത്തകളോട്. പോഷന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പ്രധാന ലക്ഷ്യത്തിലൊന്നാണ് അനീമിയ അഥവാ വിളർച്ചാ പ്രതിരോധം. കാരണം കൌമാരക്കാരായ പെൺകുട്ടികളിലും ഗർഭിണികളിലും അനീമിയ അവരുടെ വളർച്ചാ വികാസത്തിനും ഗർഭിണികളിലെ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും ഭീഷണിയായിത്തീരുന്നുണ്ട്. ഇതൊഴിവാക്കാൻ ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയ പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, ധാന്യങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ് എന്നിവയുടെ പ്രാധാന്യം, അവയുടെ ഉപയോഗം അവ അമ്മമാർക്കും ഗർഭിണികൾക്കും വിവിധ ക്ലാസുകൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ എന്നിവ വഴി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ 6 മാസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനൊപ്പം കോംപ്ലിമെന്ററി ഫീഡിംഗ് അഥവാ ഖരരൂപത്തിലുള്ള ആഹാരവും കൊടുത്തു തുടങ്ങുന്നതിന്റെ പ്രാധാന്യവും പോഷൺമാ വഴി മനസ്സിലാക്കി കൊടുക്കുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വ്യോമസേനാ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സുറൂർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നടന്ന നിരവധി വ്യോമാക്രമണങ്ങളുടെ ഉത്തരവാദിത്തം സുറൂറിനായിരുന്നു. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ വെടിനിർത്തൽ ആഹ്വാനത്തെ നിരസിച്ചുകൊണ്ട് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ ഇസ്രായേൽ ശക്തമാക്കി. ലെബനനിലെ 75 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ആക്രമണങ്ങളിൽ ഇതുവരെ 600-ലധികം പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ പരിക്കേറ്റ 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മെഡിക്കൽ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 41,534 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് റിപ്പോർട്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ഇന്ന് കാൺപൂരിൽ തുടക്കം. ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 280 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഇന്ത്യൻ സംഘത്തെ രോഹിത് ശർമ്മ നയിക്കും. മക്കാവു ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തും വനിതാ സഖ്യം ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് എന്നിവരും ഇന്ന് മത്സരിക്കും. പുരുഷ ക്വാർട്ടറിൽ ശ്രീകാന്ത് ഹോങ്കോങ് താരത്തോടും വനിതാ ഡബിൾസ് ക്വാർട്ടറിൽ ഇന്ത്യൻ സഖ്യം തായ്വാൻ സഖ്യത്തോടുമാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 റൺസിന്റെ വിജയം. ഇതോടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ആദ്യ 2 ഏകദിനങ്ങളിലും ഇന്ത്യ യഥാക്രമം 7ഉം 9ഉം വിക്കറ്റുകൾക്ക് വിജയിച്ചിരുന്നു. അസമിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നാണ് ഗൌതം ബാരുവ എന്നയാളെ അറസ്റ്റ് ചെയ്തതെന്ന് NIA അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിജ്ഞാനത്തിലൂടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ. ഇന്ന് അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനം. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. മധ്യ ദക്ഷിണേഷ്യൻ മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ 1ാം സ്ഥാനത്ത്. ലെബനനിൽ സംഘർഷം രൂക്ഷം. വെടിനിർത്തലിനുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആഹ്വാനം തള്ളി ഇസ്രായേൽ. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ഇന്ന് കാൺപൂരിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.